ഇന്ന് രാവിലെ എനിക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടാ, 2 മക്കളെയും കൂട്ടിയിട്ടൊന്ന് അമ്പലത്തിൽ പോകണം, ഒരു അമ്പല ദർശനം നടത്തണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടാ. സന്തോഷത്തോട് കൂടിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഇന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് എന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാട്ടാ. അങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണിട്ടായി കാണുന്നത്. കുട്ടു റെഡിയായി, അമ്പുടു റെഡിയായി. അങ്ങനെ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നടന്നു. രാവിലെ നമ്മുടെ വഴികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഈ മഴ പെയ്തിട്ടുള്ള ആകെ ഒരു പച്ചപ്പാണ് കേട്ടോ കാണുന്നത്. ഇത് പാട ഏരിയൊന്നല്ല കേട്ടോ, അതൊരു വെറും പറമ്പാണ്. ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അലീന രാവിലെ ഉറക്കണീറ്റ് വന്നിരിക്കണത്. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാനെടുത്ത് വേഗം ഫോൺ എടുത്ത് അവളെ വീഡിയോ ഒക്കെ എടുത്തിട്ടാ. ഞാൻ അവൾക്കൊരു വിഷമാവുണ്ടല്ലോ, അങ്ങനെ അവളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നെ അമ്പുടും കുട്ടും കൂടെ കൈ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്പുടുവിന് പറയില്ലല്ലോ എവിടേക്കാണ് എന്താണെന്നൊക്കെ. അവൾക്കൊരു യാത്ര, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് അവൾ പോണത്. കുട്ടുവിന് അറിയാം അമ്പലത്തേക്കാന്നുള്ളത്. അവർ ഹാപ്പി ആയിട്ട് നടക്കുകയാണ് കേട്ടോ. ചേച്ചി അനിയത്തിയും കൂടെ നല്ല സന്തോഷത്തിലാക്കണ്ട. അമ്പുടുവിൻ്റെ മുഖത്ത് അറിയാലോ ഹാപ്പിനെസ്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. റോട്ടിൽ കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ എത്താറായിട്ടാ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു നിരാശ കിട്ടിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നട അടച്ചുട്ടാ. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല എത്ര നേരത്തെ അടയ്ക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ദർശനം കിട്ടാത്തൊരവസ്ഥയായിട്ടാ. കുറച്ച് നിരാശ തോന്നി. ഇന്നലെ അടുത്ത തവണ വരാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബാക്കിലേക്ക് നടന്നു. ബാക്കിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ സ്കൂളാണ് കേട്ടോ. ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ച, അതായത് 1 മുതൽ +2 വരെ പഠിച്ച സ്കൂളാണ് കേട്ടത്. അപ്പം എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നു കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എനിക്ക് വെറും ഒരു അമ്പലമുറ്റം മാത്രമല്ല കേട്ടോ, ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ വഴികളിലൂടെ എത്രയോ വർഷങ്ങൾ ഞാൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാവരും മിസ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ LKG പഠിച്ചതാണ് കേട്ടോ. സാർക്ക് ഇത് ഈ ബിൽഡിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ പുതുക്കി പണിതതാണ്. LKG UKG ഞാൻ ഇവിടെ ആയിരുന്നു. ഇത് നമ്മുടെ സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ്. ശ്യാമേട്ടൻ്റെ കട. പിന്നെ അതാ കുട്ടു മറ്റേ നമ്മുടെ എന്ത് ചെടിയെന്നാ പറയുക, തൊട്ടാവാടി. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു അത്ഭുതോട്ടം, ഇങ്ങനത്തെ ഒരു പൂവ്. അവരെ അതിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഈ വഴികളൊക്കെ നല്ല ഓർമ്മകൾ തേടിട്ടാ. എന്തൊക്കെയാ പറയുക, ഒരുപാട് മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഓർമ്മയിൽ വരികയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. സ്കൂള് വിട്ട് നടന്ന് വന്നിരുന്ന വഴികളല്ലേ. എൻ്റെ മക്കൾക്ക് ഇതൊരു വെറും യാത്രയാവും കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്രയാണ് കേട്ടോ. ഞാൻ നടന്നു വന്ന ഓരോ വഴികൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു നായക്കുട്ടിയുടെ കൂടാണ് കേട്ടത്. അവിടെ നിന്നിട്ട് കുട്ടും അമ്പൂടും സംസാരിക്കുകയാണ്. നായനെ കണ്ട അമ്പൂടുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അവൾക്ക് അറിയില്ല. അവൾ എന്തൊക്കെയോ നായകളോട് സംസാരിക്കും കേട്ടോ, അവളുടെ ഭാഷയിൽ. അങ്ങനെ കണ്ട അതിനെ അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ദർശനം കിട്ടിയില്ല. പക്ഷെ മനസ്സ് നിറച്ച ഒരുപാട് ഓർമ്മകൾ വീണ്ടും കാണാൻ കഴിഞ്ഞു. ഇനി ലേറ്റ് ആവാതെ നേരത്തെ പോകാൻ നോക്കണം കേട്ടോ അമ്പലങ്ങളിലേക്കൊക്കെ. ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്പൂട് വ്ളോഗ് എടുക്കാനായിട്ടേ കാണുന്നത്. ഞാനിങ്ങനെ ചെയ്യണത് കണ്ടിട്ട് അവരിത് കണ്ടു പഠിക്കുകയാണ് കേട്ടോ ഓരോന്നും. അങ്ങനെ അവർ കളിച്ച് വ്ളോഗൊക്കെ എടുത്ത് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എത്ര നേരം കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.